Hi, I'm Sharath. All of you welcome to an introduction to Indian polity for civil service examination. This is the second part of the session on fundamental rights. In the previous session, we have discussed the fundamental rights up to right to freedom, or more specifically, Article 22, the right to protection in case of arrest or detention in certain cases. In this session, we will be continuing our discussion from right against exploitation, which is starting from Article 23. Right against exploitation includes two articles, Article 23 and 24. നമുക്ക് Article 23 എന്താണെന്ന് നോക്കാം. പ്രൊഹിബിഷൻ ഓൺ ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആൻഡ് ബഗാർ, അതായത് ഫോഴ്സ്ഡ് ലേബറിനെയും അതുപോലെ തന്നെ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനെതിരെയുമുള്ള ഒരു ആർട്ടിക്കിളാണ് Article 23 എന്ന് പറയുന്നത്. അത് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്, ഫോഴ്സ്ഡ് ലേബറും അതുപോലെ തന്നെ ഹ്യൂമൻ ട്രാഫിക്കിങ്ങും. ഇതിൽ നിങ്ങൾക്ക് ബെഗാർ അല്ലെങ്കിൽ ഫോഴ്സ്ഡ് ലേബർ എന്ന് കാണാം. ബെഗാർ എന്ന് പറയുന്നത് നമ്മളുടെ ഇന്ത്യൻ കൾച്ചറിൻ്റെ ഭാഗമായിട്ട്, ഫ്യൂഡൽ കൾച്ചറിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു ഫോഴ്സ്ഡ് ലേബറാണ് ബെഗാർ എന്ന് പറയുന്നത്. സമീന്ദാർസ്, ലോക്കൽ സമീന്ദാർസ് നടത്തിയിരുന്ന റെമ്യൂണറേഷൻ ഇല്ലാത്ത ഫോഴ്സ്ഡ് ലേബറിനെയാണ് ബെഗാർ എന്ന് വിളിച്ചിരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ബെഗാർ മാത്രമല്ല അതർ സിമിലർ ഫോംസ് ഓഫ് ഫോഴ്സ്ഡ് ലേബറും Article 23 പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്. അത് ഈ ഫോഴ്സ്ഡ് ലേബർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിസിക്കൽ ഫോഴ്സ് മാത്രമല്ല, ലീഗൽ ഫോഴ്സ് ആവാം, അല്ലെങ്കിൽ എക്കണോമിക് നെസസിറ്റി കൊണ്ടുള്ള ഫോഴ്സും ആവാം. ഓക്കെ, ഇതെല്ലാം ഈ ഫോഴ്സ്ഡ് ലേബർ എന്ന് പറയുന്ന വാക്കിൽ അല്ലെങ്കിൽ വേർഡിൽ വരുന്നുണ്ട്, അതിൻ്റെ ഡെഫിനിഷനിൽ വരുന്നുണ്ട്. ദിസ് റൈറ്റ് ഈസ് അവൈലബിൾ ടു ബോത്ത് സിറ്റിസൺ ആൻഡ് നോൺ സിറ്റിസൺസ്. ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമല്ല മറ്റുള്ളവർക്കും ഈ പറയുന്ന Article 23 അവൈലബിൾ ആണ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ പറഞ്ഞിരുന്നു ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നതിൽ ചില റൈറ്റ്സ് അവൈലബിൾ ടു ഓൺലി സിറ്റിസൺസ് ആണ്. ഇന്ത്യൻ സിറ്റിസൺസ് മാത്രമായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ചില റൈറ്റുകളുണ്ട്. അത് 15, Article 15, അതുപോലെ തന്നെ Article 16, 19, 29, 30 ഇതൊക്കെയാണ് ഓൺലി അവൈലബിൾ ടു സിറ്റിസൺസ് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ബാക്കി സിറ്റിസൺസിനും അതുപോലെ തന്നെ നോൺ സിറ്റിസൺസിനും അവൈലബിൾ ആണ്. Article 23 is available to both citizens and non-citizens. Article 24 എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ ഇൻ ഹസാർഡസ് ജോബ്സ്. അതായത് ചൈൽഡ് ലേബർ പ്രൊഹിബിറ്റ് ചെയ്യുന്ന ആർട്ടിക്കിളാണ് Article 24 എന്ന് പറയുന്നത്. അതിൽ ഈ ആർട്ടിക്കിളിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഫാക്ടറികളിലോ മൈനുകളിലോ ഒന്നും അല്ലെങ്കിൽ അസാഡസ് ആയിട്ടുള്ള എംപ്ലോയ്മെൻറ്റുകളിലോ ഒക്കെ എംപ്ലോയ് ചെയ്യുന്നത് പ്രൊഹിബിറ്റ് ചെയ്തുകൊണ്ടുള്ള ആർട്ടിക്കിളാണ് Article 24 എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ എംപ്ലോയ് ചെയ്യരുത് എന്നല്ല പറയുന്നത്, ഹസാഡസ് ആയിട്ടുള്ള എംപ്ലോയ്മെൻറ്റിൽ എംപ്ലോയ് ചെയ്യരുത്, ജോലികളിൽ ഉൾപ്പെടുത്തരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നോൺ ഹസാഡസ് ആയിട്ടുള്ള ജോലികളിൽ 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ജോലിക്ക് വെക്കാനെന്ന് ഈ ആർട്ടിക്കിൾ അലോ ചെയ്യുന്നുണ്ട്, Article 24 എന്ന് പറയുന്നത്. ബട്ട് ഇതിൽ ചില മാറ്റങ്ങൾ പിന്നീട് ഉള്ള നിയമങ്ങൾ വഴി വരുത്തിയിട്ടുണ്ട്. അതിലൊന്ന് ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് 1986 ആണ്. അത് പ്രകാരം 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ എംപ്ലോയ്മെൻറ്റിൽ ഇതിൽ ചില റെഗുലേഷൻസ് കൊണ്ടുവന്നു. ഇൻഡസ്ട്രീസിൽ കൂടുതൽ വേറെ 14 ഇൻഡസ്ട്രീസിനെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ചില റെഗുലേഷൻസ് കൊണ്ടുവന്നു. ഇത് ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് 1986. അപ്പോഴും ഒരു ബാൻ, 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ എംപ്ലോയ് ചെയ്യരുത് എന്നുള്ളൊരു ബാനൊന്നും അപ്പോഴും വന്നിട്ടില്ല എന്ന് ശ്രദ്ധിക്കുക. പിന്നെയാണ് 2016 ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ അമെൻമെൻറ്റ് ആക്ട് 2016 വരുന്നത്. അതിൽ ഒരു 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ കംപ്ലീറ്റ് ആയിട്ട് എംപ്ലോയ്മെൻറ്റിൽ നിന്ന് ബാൻ ചെയ്തു. ബ്ലാങ്കറ്റ് ബാൻ ഓൺ എംപ്ലോയ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ ബിലോ 14 ഇയേഴ്സ് ഇൻ ഓൾ ഒക്യുപ്പേഷൻസ്. അതിൽ ശ്രദ്ധിക്കേണ്ടത് പുതിയൊരു കാറ്റഗറി ഓഫ് എംപ്ലോയ്മെൻറ്റ് കൊണ്ടുവന്നു, ഓൺ അക്കൗണ്ട് എൻ്റർപ്രൈസസ്. ഓൺ അക്കൗണ്ട് എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബപരമായിട്ട് നടത്തിക്കൊണ്ടു പോകുന്ന ജോലികളെയാണ് ഓൺ അക്കൗണ്ട് എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ അച്ഛനൊരു ജ്വല്ലറി മേക്കർ ആണെങ്കിൽ മക്കൾക്ക് ഇപ്പോൾ അതിലൊക്കെ ഒന്ന് സഹായിക്കുക, അതൊക്കെ അലോ ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ഓൺ അക്കൗണ്ട് എൻ്റർപ്രൈസസ് എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷനിൽ. പിന്നെ ഇതിൽ പുതിയൊരു കാറ്റഗറി ഓഫ് ഏജ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് 14 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളെ അഡോളസൻസ് എന്നാണ് വിളിക്കുന്നത്. അവർക്ക്
അവരെ ഹസാഡസ് ആയിട്ടുള്ള ഒക്യുപ്പേഷൻസിൽ നിന്ന് പ്രൊഹിബിറ്റ് ചെയ്യുന്നു. മീൻസ് അവരെ നോൺ ഹസാഡസ് ആയിട്ടുള്ള ഒക്യുപ്പേഷൻസിൽ അലോ ചെയ്തിരിക്കുകയാണ് 14 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള അഡോളസൻസിന്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2016 ആക്ട് പ്രകാരം ഇന്ത്യയിൽ 14 വയസ്സിൽ താഴെയുള്ള എല്ലാ കുട്ടികളെയും ഏത് തരത്തിലുള്ള എംപ്ലോയ്മെൻറ്റിൽ നിന്നും ബാൻ ചെയ്തിരിക്കുന്നു, എക്സെപ്റ്റ് ഓൺ അക്കൗണ്ട് എൻ്റർപ്രൈസസ്. 14 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളെ അഡോളസൻസ് എന്ന് വിളിക്കുന്നു. അവർക്ക് നോൺ ഹസാഡസ് ആയിട്ടുള്ള ജോലികളിൽ പങ്കെടുക്കാം, പക്ഷേ ഹസാഡസ് ആയിട്ടുള്ള ഒക്യുപ്പേഷൻസിൽ അവരെ എംപ്ലോയ് ചെയ്യാൻ പാടില്ല. ഇതാണ് നിലവിലെ ഇന്ത്യയിലെ സാഹചര്യം എന്ന് പറയുന്നത്. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ആണ്. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയാണ് ഈ സെക്ഷനിൽ വരുന്നത്. നമുക്കറിയാം, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സെക്യുലർ കൺട്രിയാണ്. ഇന്ത്യ ഫോളോ ചെയ്യുന്നത് പോസിറ്റീവ് സെക്യുലറിസമാണ്. അതായത് എല്ലാ മതങ്ങളോടും ഒരേ പരിഗണന കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പോസിറ്റീവ് സെക്യുലറിസം എന്ന് വിളിക്കുന്നത്. ഇതിൽ ആർട്ടിക്കിൾ 25 പറയുന്നത് ഫ്രീഡം ഓഫ് കോൺസൈൻസ് ആൻഡ് ഫ്രീ പ്രൊഫഷൻ പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് റിലീജിയൻ ആണ്. മനസാക്ഷിക്ക് ഉതകുന്ന രീതിയിൽ ഏത് മതത്തിൽ വിശ്വസിക്കാനും ആ മതം പ്രാക്ടീസ് ചെയ്യാനും പ്രൊഫസ് ചെയ്യാനും പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 25 കൊടുക്കുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ ഞാൻ പറഞ്ഞതാണ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ആബ്സല്യൂട്ട് അല്ല, എന്താണ്, ക്വാളിഫൈഡ് ആണ്. ചില റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഏത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ മുകളിലും കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നുണ്ട്. അത് പബ്ലിക് ഓർഡർ, മൊറാലിറ്റി, ഹെൽത്ത് എന്നുള്ളതാണ്. പബ്ലിക് ഓർഡറിനെയോ അല്ലെങ്കിൽ മൊറാലിറ്റിയോ അല്ലെങ്കിൽ ഹെൽത്തിനെയോ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രാക്ടീസൊന്നും ഒരു റിലീജിയനും സ്റ്റേറ്റ് അനുവദിച്ചു കൊടുക്കില്ല. അതുകൂടാതെ ഈ നോൺ റിലീജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്കണോമിക് അല്ലെങ്കിൽ സെക്യുലർ ആയിട്ടുള്ള എക്കണോമിക്, ഫിനാൻഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് അസോസിയേറ്റഡ് വിത്ത് എ റിലീജിയൻ, അതൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ സ്റ്റേറ്റിന് അധികാരമുണ്ട് അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 25. അടുത്ത ആർട്ടിക്കിൾ 26 ആണ് ഫ്രീഡം ടു മാനേജ് റിലീജിയസ് അഫയേഴ്സ്. ഓക്കെ, ഒരു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും റിലീജിയൻ്റെ മാറ്റേഴ്സ് മാനേജ് ചെയ്യാനും അതുപോലെ തന്നെ മൂവബിൾ അല്ലെങ്കിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് അക്വയർ ചെയ്യാനും ആ പ്രോപ്പർട്ടീസ് അഡ്മിനിസ്റ്റർ ചെയ്യാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം എല്ലാ ഗ്രൂപ്പുകൾക്കും, എല്ലാ റിലീജിയസ് ഗ്രൂപ്പുകൾക്കും ആർട്ടിക്കിൾ 26 അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 25 ബേസിക്കലി ഒരു ഇൻഡിവിജ്വലിനെ ഫോക്കസ് ചെയ്യുമ്പോൾ, ആർട്ടിക്കിൾ 25 ഒരു ഇൻഡിവിജ്വലിനെ ഫോക്കസ് ചെയ്യുമ്പോൾ ആർട്ടിക്കിൾ 26 ഒരു ഗ്രൂപ്പിനെ, റിലീജിയസ് ഗ്രൂപ്പിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ആർട്ടിക്കിൾ 27 പറയുന്നത് ഏതൊരു റിലീജിയനും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെസിഫിക്കലി അപ്രോപ്രിയേറ്റ് ചെയ്തിരിക്കുന്ന മണിയിൽ നിന്ന് ഒരു ടാക്സും അടയ്ക്കേണ്ടതില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം, ആ റിലീജിയസ് പർപ്പസിന് വേണ്ടി സ്പെസിഫിക്കലി അപ്രോപ്രിയേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഇൻകമിൽ നിന്ന് മാത്രം ടാക്സ് അടയ്ക്കേണ്ടതില്ല എന്നാണ് ആർട്ടിക്കിൾ 27 പറയുന്നത്. മറ്റുള്ള രീതിയിലുള്ള കാര്യങ്ങൾക്കൊക്കെ ടാക്സ് അടയ്ക്കേണ്ടി വരും. ഒരു പെർട്ടിക്കുലർ റിലീജിയനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിന് സ്പെസിഫിക്കലി അപ്രോപ്രിയേറ്റ് ചെയ്തിരിക്കുന്ന പണത്തിൽ നിന്ന് ഒരു ടാക്സും പേ ചെയ്യേണ്ടതില്ല. അതാണ് ആർട്ടിക്കിൾ 27 പറയുന്നത്. അടുത്ത ആർട്ടിക്കിൾ 28 ആണ്. ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ റിലീജിയസ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നടക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള വോർഷിപ്പുകൾ നടക്കുന്നുണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കേണ്ടതിനെക്കുറിച്ചുള്ളതാണ് ആർട്ടിക്കിൾ 28 എന്ന് പറയുന്നത്. ഇതിൽ സ്റ്റേറ്റ് നേരിട്ട് നടത്തുന്ന സ്ഥാപനങ്ങളിൽ, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ യാതൊരുവിധ റിലീജിയസ് ഇൻസ്ട്രക്ഷനും നടത്താൻ പാടില്ല. എന്നാൽ ഒരു ട്രസ്റ്റ് വഴിയോ എൻഡോമെൻ്റ് വഴിയോ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാണെങ്കിൽ ആ ട്രസ്റ്റിന് അവിടെ റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ് നടത്തണം എന്നുണ്ടെങ്കിൽ അവിടെ നടത്താവുന്നതാണ്, ഈവൻ ദോ ഇറ്റ് ഈസ് അഡ്മിനിസ്ട്രേറ്റഡ് ബൈ സ്റ്റേറ്റ്. വേറൊന്ന്, ഗവൺമെൻറ്റിൽ നിന്ന് എയ്ഡ് കിട്ടുന്ന എയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ അവിടെ റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ് നടത്തുകയാണെങ്കിൽ അവിടെ കുട്ടികൾ പങ്കെടുക്കണമെങ്കിൽ അത് ഗാർഡിയൻ്റെ കൺസെൻറ്റോടുകൂടി മാത്രമായിരിക്കണം.
ഇത്തരം 3 കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 28 പറയുന്നത്. അടുത്തത് കൾച്ചറൽ ഓർ എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ആണ്. ആർട്ടിക്കിൾ 29ഉം ആർട്ടിക്കിൾ 30ഉമാണ് ഇതിൽ വരുന്നത്. ആർട്ടിക്കിൾ 29 പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ് ആണ്. അതായത് ഈ മൈനോറിറ്റീസ് എന്ന് പറയുന്ന വേർഡിൽ റിലീജിയസ് മൈനോറിറ്റീസും വരുന്നുണ്ട്, അതുപോലെ തന്നെ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസും വരുന്നുണ്ട്. അവരുടെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് അല്ലെങ്കിൽ അവരുടെ കൾച്ചർ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള അവകാശം ഈ മൈനോറിറ്റീസിന് കൊടുക്കുന്നുണ്ട്. ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആർട്ടിക്കിൾ 29 അതിൻ്റെ പേര് പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ് എന്നാണെങ്കിൽ പോലും എവരി സിറ്റിസൺ എന്നാണ് ആർട്ടിക്കിളിൻ്റെ ഡെഫിനിഷനിൽ തുടങ്ങുന്നത് തന്നെ. എവരി സിറ്റിസൺ എന്നാണ് പറയുന്നത്. സോ അക്കോർഡിംഗ് ടു സുപ്രീം കോർട്ട് ആർട്ടിക്കിൾ 29ൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് നോട്ട് നെസസറിലി റെസ്ട്രിക്റ്റഡ് ടു മൈനോറിറ്റീസ്. മൈനോറിറ്റീസിന് മാത്രമായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ അല്ല 29. ഈവൻ ദോ അതിൻ്റെ പേര് പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ് ആണെങ്കിൽ പോലും ഇന്ത്യയിലുള്ള എല്ലാ സിറ്റിസണും അവരുടേതായ ഡിസ്ട്രിക്ട് ലാംഗ്വേജും കൾച്ചറും പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള അവകാശം ആർട്ടിക്കിൾ 29 കൊടുക്കുന്നുണ്ട്. അതിൽ തന്നെ പറയുന്നതാണ് ഏതൊരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കും അഡ്മിഷന് വേണ്ടിയിട്ട് ഒരു സിറ്റിസണെയും റിലീജിയനോ റേസോ കാസ്റ്റോ അല്ലെങ്കിൽ ലാംഗ്വേജിൻ്റെയോ പേരിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഡിനൈ ചെയ്യാൻ പാടില്ല അവർ അഡ്മിഷൻ. ശ്രദ്ധിക്കണം, ഗ്രൗണ്ട്സ് ഏതൊക്കെയാണ്? റിലീജിയൻ, റേസ്, കാസ്റ്റ് ഓർ ലാംഗ്വേജ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ മൈനോറിറ്റീസിൻ്റെ റൈറ്റ്സ് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ പോലും ഇതിൽ മൈനോറിറ്റി എന്ന വാക്ക് ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് ആർട്ടിക്കിൾ 30 ആണ്. റൈറ്റ് ഓഫ് മൈനോറിറ്റീസ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്ഥാപിക്കാനും അത് നടത്തിക്കൊണ്ടുപോകാനുമുള്ള മൈനോറിറ്റീസിൻ്റെ റൈറ്റിനെയാണ് ആർട്ടിക്കിൾ 30 പറയുന്നത്. ഇവിടെയും മൈനോറിറ്റീസ് എന്ന് പറയുന്നത് ബോത്ത് റിലീജിയസ് ആൻഡ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് വരുന്നുണ്ട്. സ്പെസിഫിക്കലി ഫോർ അഡ്മിനിസ്ട്രിങ് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷിംഗ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർട്ടിക്കിൾ 30. ഇതിൽ സ്റ്റേറ്റ് ഈ മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഇത് മൈനോറിറ്റീസ് മാനേജ്മെൻറ്റിൻ്റെ കീഴിലാണ് എന്നതിൻ്റെ പേരിൽ മാത്രം ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഈ ആർട്ടിക്കിൾ പറയുന്നു. നെക്സ്റ്റ് കാറ്റഗറീസ് ഓഫ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ്. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് അതിൽ ഒറ്റ ആർട്ടിക്കിളേ ഉള്ളൂ, ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32 പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും റൈറ്റ്സ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ഒരു ഏജൻസിയെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇത് വെറും പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമായിട്ട് മാറും. സോ ഈ റൈറ്റ്സ് സിറ്റിസൺസിനോ നോൺ സിറ്റിസൺസിനോ ആർക്കായാലും ഇന്ത്യയുടെ ടെറിട്ടറിയിൽ ഇത് ലഭ്യമായിട്ടില്ലെങ്കിൽ അവർക്ക് സുപ്രീം കോടതിയെ സമീപിക്കാവുന്നതാണ്. സുപ്രീം കോർട്ടിന് ഈ റൈറ്റ്സ് ഇവർക്ക് കിട്ടുവാൻ വേണ്ടിയിട്ട് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട്. ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമുക്ക് ലഭ്യമായിട്ടില്ലെങ്കിൽ, ഡിനൈ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാവുന്നതാണ്. സോ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ജസ്റ്റീഷ്യബിൾ ആണ്. നമുക്ക് ലഭ്യമായിട്ടില്ലെങ്കിൽ കോടതി മുഖാന്തരം ലീഗൽ പ്രൊസീജിയേഴ്സ് വഴി നമുക്ക് നേടിയെടുക്കാവുന്നതാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. അതിനുള്ള കസ്റ്റോഡിയൻ ആരാണ്? സുപ്രീം കോർട്ടാണ്. സുപ്രീം കോർട്ട് എങ്ങനെയാണ് നടത്തിയെടുക്കുന്നത്? റിട്ടുകൾ പുറപ്പെടുവിച്ചിട്ടാണ്. 5 ടൈപ്പ് റിട്ടുകളാണുള്ളത്. 1 ഹേബിയസ് കോർപ്പസ്, 2 മൻഡാമസ്, 3 പ്രൊഹിബിഷൻ, 4 സെർഷ്യറി, 5 കോവാറണ്ടോ. അതിൽ ഹേബിയസ് കോർപ്പസ് റിട്ട് എന്ന് പറയുന്നത് ഒരു പേഴ്സണെ ഇല്ലീഗലി ഡിറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബോഡി കോടതി മുമ്പാകെ ഹാജരാക്കാൻ ഉള്ളതാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. അതിൽ ബോഡി എന്ന് പറയുന്നതിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ്, ജീവനോടെയോ അല്ലെങ്കിൽ ജീവനില്ലാതെയോ ആണെങ്കിലും അദ്ദേഹത്തിനെ കോടതിക്ക് മുന്നിൽ ഹാജരാക്കേണ്ടതാണ്. അതാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. മൻഡാമസ് റിട്ട് എന്ന് പറയുന്നത് വി കമാൻഡ് എന്നുള്ള വാക്കാണ്. മൻഡാമസ് അതായത് ഒരു ജോലി ചെയ്യേണ്ട ഉദ്യോഗസ്ഥൻ അത് നടത്തുന്നില്ലെങ്കിൽ
അത് ചെയ്യുന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ഒരാൾ നിർവഹിക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തിനെ കമ്പൽ ചെയ്തിട്ട് അത് നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മൻഡാമസ് റിട്ട് വരുന്നത്. ഇതൊരു പബ്ലിക് ഒഫീഷ്യലിന് എഗെയിൻസ്റ്റോ അല്ലെങ്കിൽ പബ്ലിക് ഓർഗനൈസേഷന് എഗെയിൻസ്റ്റോ മാത്രമേ ഇത് കൊണ്ടുവരാൻ പാടുള്ളൂ. അല്ലാതെ പ്രസിഡന്റിനെതിരെയോ ഗവർണർക്കെതിരെയോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഓർഗനൈസേഷനെതിരെയോ മൻഡാമസ് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്കോ ഹൈക്കോർട്ടിനൊന്നും ഇല്ല. അടുത്ത റിട്ട് എന്ന് പറയുന്നത് പ്രൊഹിബിഷൻ റിട്ടാണ്. പ്രൊഹിബിഷൻ റിട്ട് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേ വാറന്റ് എന്ന് പറയുന്നത് പോലെയൊക്കെയാണ്. അതായത് ഒരു ജുഡീഷ്യൽ അല്ലെങ്കിൽ ലോ കോർട്ട് അല്ലെങ്കിൽ കോസി ജുഡീഷ്യൽ ബോഡി അവരുടെ ലിമിറ്റിന് പുറത്തേക്ക് കിടക്കുക, അവരുടെ ജുഡീഷ്യൽ ലിമിറ്റിൻ്റെ അപ്പുറത്ത് അവരുടെ ലിമിറ്റ് എക്സീഡ് ചെയ്തുകൊണ്ട് ഒരു വിധി പുറപ്പെടുവിക്കുകയാണെങ്കിൽ അതിനെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് സുപ്പീരിയർ കോർട്ട് പുറപ്പെടുവിക്കുന്നതാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്ന റിട്ട് എന്ന് പറയുന്നത്. സെർഷ്യററി എന്ന് പറയുന്ന റിട്ട് ബോത്ത് ഒരു പ്രൊഹിബിഷറി മാത്രമല്ല ക്യൂറേറ്റീവ് കൂടിയാണ്. ഒരു കാര്യം നിർത്തുക മാത്രമല്ല അതിനുള്ള സൊല്യൂഷൻ കൂടി കണ്ടെത്തി കൊടുക്കുകയാണ് സെർഷ്യറിയിൽ ചെയ്യുന്നത്. അതായത് ലോവർ കോർട്ടിലുള്ള ഒരു ഇഷ്യൂ, ഒരു സ്യൂട്ട് നല്ല രീതിയിലല്ല നടക്കുന്നതെങ്കിൽ ആ നടപടികൾ നിർത്തുകയും ആ നടപടികൾ ഹയർ കോർട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്ത് അതിനൊരു സൊല്യൂഷൻ കണ്ടുകൊടുക്കുന്നതാണ് സെർഷ്യററി എന്ന് പറയുന്നത്. അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് ഒരു ആക്ഷൻ, അതുകൂടാതെ അതിൻ്റെ ഒരു ആൾട്ടർനേറ്റീവ് ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ സെർഷ്യററി എന്ന് പറയുന്നത് ബോത്ത് പ്രിവെൻറ്റീവ് ആൻഡ് ക്യൂറേറ്റീവ് ആണ്. എന്നാൽ പ്രൊഹിബിഷൻ പ്രിവെൻറ്റീവ് ആയിട്ടുള്ള റിട്ടാണ്, നിർത്തിവെക്കാനുള്ള റിട്ടാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. സെർഷ്യററി ബോത്ത് പ്രിവെൻറ്റീവ് ആണ്, അതുകൂടാതെ തന്നെ ക്യൂറേറ്റീവ് കൂടിയാണ്. ലാസ്റ്റ് വൺ കോ വാറണ്ടോ റിട്ടാണ്. കോ വാറണ്ടോ റിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പബ്ലിക് ഓഫീസിൽ ഒരാൾ അപ്പോയിൻ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അതിനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ല എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ കോ വാറണ്ടോ റിട്ട് പുറപ്പെടുവിക്കുന്നതാണ്. ഏത് അധികാരത്തിലാണ് നിങ്ങൾ ആ പോസ്റ്റിൽ ഇരിക്കുന്നത് എന്നാണ് കോ വാറണ്ടോ റിട്ടിൻ്റെ മീനിങ്. അതിനുള്ള ഉത്തരം ലഭ്യമാകുന്നതനുസരിച്ചിട്ടാണ് അദ്ദേഹത്തിന് ആ പോസ്റ്റിൽ തുടരാൻ സാധിക്കുകയുള്ളൂ. സോ 5 റിട്ടുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഹേബിയസ് കോർപ്പസ്, മൻഡാമസ്, പ്രൊഹിബിഷൻ, സെർഷ്യററി, കോ വാറണ്ടോ. ഈ റിട്ടുകൾ മുഴുവൻ നല്ല രീതിയിൽ തന്നെ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. സോ ഇത്രയുമാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഓക്കെ, ഇതിൽ സുപ്രീം കോർട്ടിനും ഹൈക്കോർട്ടിനും റിട്ട് ജുറിസ്ഡിക്ഷൻ ഉണ്ട്. അത് തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്, അത് മനസ്സിലാക്കുക. ആർട്ടിക്കിൾ 32 പ്രകാരമാണ് സുപ്രീം കോർട്ടിന് റിട്ട് ജുറിസ്ഡിക്ഷൻ കിട്ടുന്നത്. എന്നാൽ ഹൈക്കോർട്ടിന് റിട്ട് ജുറിസ്ഡിക്ഷൻ കിട്ടുന്നത് ആർട്ടിക്കിൾ 226 വഴിയാണ്. സുപ്രീം കോർട്ടിന് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ എൻഫോഴ്സ്മെൻറ്റിന് വേണ്ടി മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഹൈക്കോർട്ടിന് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ കൂടാതെ ലീഗൽ റൈറ്റ്സിൻ്റെ കാര്യത്തിൽ കൂടി എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് റിട്ടുകൾ പുറപ്പെടുവിക്കാൻ സാധിക്കും. സുപ്രീം കോർട്ടിന് ഈ റിട്ടുകൾ മാത്രമേ ഇഷ്യൂ ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഹൈക്കോർട്ടിന് ലീഗൽ റെമഡീസ് കൂടി റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇതാണ് റിട്ട് ജുറിസ്ഡിക്ഷൻ്റെ കാര്യത്തിൽ സുപ്രീം കോടതിക്കും ഹൈക്കോർട്ടിനുമുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ ചില എക്സെപ്ഷൻസ് ഉണ്ട്. അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ സ്പെസിഫിക് ആയിട്ട് കൊടുത്തിട്ടുമുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ആർട്ടിക്കിൾ 31A ആണ്. ആർട്ടിക്കിൾ 31A എന്ന് പറയുന്നത് ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് 1951 ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ സെക്ഷനിൽ പാർട്ടിൽ ആഡ് ചെയ്തതാണ്. ഈ ആർട്ടിക്കിൾ ആഡ് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇറ്റ് സേവ്സ് 5 കാറ്റഗറീസ് ഓഫ് ലോസ് ഫ്രം ജുഡീഷ്യൽ റിവ്യൂ. 5 കാറ്റഗറി നിയമങ്ങൾ ജുഡീഷ്യൽ റിവ്യൂവിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആർട്ടിക്കിൾ 31A കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട് ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് കൺട്രിയാണെന്ന്, അല്ലേ? അപ്പോൾ സോഷ്യലിസ്റ്റ് അജണ്ട ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിയിലുള്ള നിയമങ്ങളും കൊണ്ടുവരുമ്പോൾ അത് ചില വ്യക്തികളുടെ ഈ പേഴ്സണൽ ഇൻട്രസ്റ്റിനെ ബാധിക്കും. ഒരുപാട് സ്വത്തൊക്കെ കൈവശം വെച്ചിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ സ്വത്തിനെയൊക്കെ ബാധിക്കും. അപ്പോൾ അവർ ആ സമയത്ത് റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്
ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിരുന്നു. ആ രീതിയിൽ സെർട്ടൻ എഫക്റ്റഡ് വ്യക്തികൾ കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതിക്ക് ത്രൂ ജുഡീഷ്യൽ റിവ്യൂ ആ കാറ്റഗറീസ് ഓഫ് ലോ നള്ളിഫൈ ചെയ്യാൻ സാധിക്കുമായിരുന്നു, ബേസ്ഡ് ഓൺ ആർട്ടിക്കിൾ 14 ആൻഡ് ആർട്ടിക്കിൾ 90. ഇതിനെതിരെ കൊണ്ടുവന്നതാണ് ആർട്ടിക്കിൾ 31A എന്ന് പറയുന്നത്. ഈ 5 കാറ്റഗറീസ് ഓഫ് ലോസ് ആണ് ആർട്ടിക്കിൾ 31A ജുഡീഷ്യൽ റിവ്യൂവിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അക്വസിഷൻ ഓഫ് എസ്റ്റേറ്റുകൾ സർക്കാരിലേക്ക് കണ്ടുകെട്ടുക, അതുകൂടാതെ ആ പ്രോപ്പർട്ടീസിൻ്റെ മാനേജ്മെൻറ്റ്, പിന്നെ വ്യത്യസ്ത കോർപ്പറേഷനുകളുടെ അമാൽഗമേഷൻ കൂട്ടിച്ചേർക്കുന്നത്, പിന്നെ അതിലുള്ള ഡയറക്ടേഴ്സിൻ്റെയും ഷെയർ ഹോൾഡേഴ്സിൻ്റെയൊക്കെ റൈറ്റ് മോഡിഫൈ ചെയ്യുന്നത്, മൈനിങ് ലീസസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മോഡിഫൈ ചെയ്യുന്നത്, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള നിയമങ്ങളെ ജുഡീഷ്യൽ റിവ്യൂവിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ആർട്ടിക്കിൾ 31A എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉള്ളത്. ഒരു കാര്യം ശ്രദ്ധിക്കണം, പാർലമെൻറ്റ് പുറപ്പെടുവിക്കുന്ന നിയമങ്ങൾക്ക് മാത്രമാണ് ആർട്ടിക്കിൾ 31A പ്രകാരം പ്രൊട്ടക്ഷൻ കിട്ടുന്നത്. ഒരു സ്റ്റേറ്റ് ലോയ്ക്ക്, ഈ കാറ്റഗറിയിൽ വരുന്ന ഒരു സ്റ്റേറ്റ് ലോയ്ക്ക് ജുഡീഷ്യൽ റിവ്യൂവിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടണമെങ്കിൽ ആ സ്റ്റേറ്റ് ലോ ഗവർണർ പ്രസിഡൻറ്റിൻ്റെ കൺസിഡറേഷന് വേണ്ടിയിട്ട് സെൻഡ് ചെയ്യുകയും അദ്ദേഹം അത് അസെൻഡ് ചെയ്യുകയും ചെയ്തെങ്കിൽ മാത്രമേ ആ നിയമങ്ങൾക്ക് ഈ പറഞ്ഞ ആർട്ടിക്കിൾ 31A പ്രകാരമുള്ള ഇമ്മ്യൂണിറ്റി ലഭിക്കുകയുള്ളൂ. ഈ ആർട്ടിക്കിൾ തന്നെ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ പ്രോപ്പർട്ടീസ്, അത് നമ്മുടെ ലീഗൽ ലിമിറ്റിൻ്റെ അകത്തുള്ള നമ്മുടെ പ്രോപ്പർട്ടീസ് സ്റ്റേറ്റ് അക്വയർ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് വാല്യൂവിലുള്ള കോമ്പൻസേഷൻ ലഭ്യമാക്കുന്നത് ഉറപ്പു നൽകുന്നു ആർട്ടിക്കിൾ 31A. അടുത്ത ആർട്ടിക്കിൾ 31B ആണ്. ആർട്ടിക്കിൾ 31B ആണ് 9th ഷെഡ്യൂൾ എന്ന് പറയുന്ന ഷെഡ്യൂൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്തത്. സ്റ്റാർട്ടിങ്ങിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ 8 ഷെഡ്യൂൾസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ആർട്ടിക്കിൾ 31B ആണ് 9th ഷെഡ്യൂൾ എന്നുള്ള പട്ടിക ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്തത്. ആർട്ടിക്കിൾ 31Bയും ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് 1951 പ്രകാരം ആഡ് ചെയ്തതാണ്. ഈ ഷെഡ്യൂളും സെർട്ടൻ കാറ്റഗറീസ് ഓഫ് ലോസിനെ ജുഡീഷ്യൽ റിവ്യൂവിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോഷ്യലിസ്റ്റ് അജണ്ട ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലാൻഡ് റീഫോം ആക്റ്റുകൾ ഒരുപാട് ആ സമയത്ത് ഗവൺമെൻറ്റുകൾ, ബോത്ത് സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് കൊണ്ടുവന്നിരുന്നു. ആ നിയമങ്ങളെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 9th ഷെഡ്യൂളും 31B എന്ന് പറയുന്ന ആർട്ടിക്കിളും കൊണ്ടുവന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ആർട്ടിക്കിൾ 31A എന്ന് പറയുന്നത് കൃത്യമായിട്ട് 5 കാറ്റഗറീസ് ഓഫ് ലോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആർട്ടിക്കിൾ 31Bയിൽ വളരെ വൈഡ് സ്കോപ്പാണ് കൊടുത്തിരിക്കുന്നത്. 9th ഷെഡ്യൂളിൽ ആഡ് ചെയ്യുന്ന ഏത് ആക്റ്റും ഏത് റെഗുലേഷനും ജുഡീഷ്യൽ റിവ്യൂവിൽ നിന്ന് ഇമ്മ്യൂണാണ്. സോ സ്കോപ്പ് ഓഫ് ആർട്ടിക്കിൾ 31B ഈസ് വൈഡർ ദാൻ ആർട്ടിക്കിൾ 31A. എന്നാൽ 2007 IR കൊയ്ലോ കേസിൽ സുപ്രീം കോടതി പറഞ്ഞത് 1973 ഏപ്രിൽ 24 ശേഷമുള്ള ഏത് നിയമവും, 9th ഷെഡ്യൂളിൽ ആഡ് ചെയ്തിരിക്കുന്ന ഏത് നിയമവും ജുഡീഷ്യൽ റിവ്യൂവിന് ബാധകമാണ്. അല്ലെങ്കിൽ ഈ നിയമങ്ങൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെയോ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനെ അഫക്റ്റ് ചെയ്യുന്ന നിയമങ്ങളാണെങ്കിൽ സുപ്രീം കോടതിക്ക് ആ പെർട്ടിക്കുലർ ആക്റ്റുകൾ ഇൻവാലിഡേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഈ പെർട്ടിക്കുലർ ഡേറ്റിൻ്റെ റീസൺ എന്ന് പറയുന്നത് 1973 ഏപ്രിൽ 24 സുപ്രസിദ്ധമായ കേശവാനന്ദ ഭാരതി കേസിൽ വേർഡിക്റ്റ് വന്നത്. ആ വേർഡിക്റ്റ് വഴിയാണ് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ എന്ന് പറയുന്നത് ഇന്ത്യൻ പൊളിറ്റിയുടെ ഭാഗമായിട്ട് നിലവിൽ വന്നത്. ഒരു ബ്ലാങ്കറ്റ് ഇമ്മ്യൂണിറ്റി ജുഡീഷ്യൽ റിവ്യൂവിൽ നിന്ന് കൊടുക്കാൻ സാധിക്കില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു. കാരണം ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് ഒരു ബേസിക് സ്ട്രക്ചറിൻ്റെ ഭാഗമാണ്. അടുത്തത് ആർട്ടിക്കിൾ 31C ആണ്. ആർട്ടിക്കിൾ 31C എന്ന് പറയുന്നത് DPSPയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. ഏതെങ്കിലും നിയമം DPSPയിലെ ആർട്ടിക്കിൾ 39B
അല്ലെങ്കിൽ ആർട്ടിക്കിൾ 39C ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമമാണെങ്കിൽ, ഈവൻ ദോ ഇറ്റ് ഈസ് എഗെയിൻസ്റ്റ് ആർട്ടിക്കിൾ 14 ഓർ ആർട്ടിക്കിൾ 19, ദോസ് ലോസ് ക്യാൻ ബി ഡിക്ലെയർഡ് വാലിഡ്. അതായത് ആർട്ടിക്കിൾ 14 ആർട്ടിക്കിൾ 19 കമ്പയർ ചെയ്യുമ്പോൾ ആർട്ടിക്കിൾ 39B എന്ന് പറയുന്ന DPSPയിലെ ആർട്ടിക്കിളും ആർട്ടിക്കിൾ 39C എന്ന് പറയുന്ന DPSPയിലെ ആർട്ടിക്കിളും സുപ്പീരിയർ ആണ്. ആർട്ടിക്കിൾ 39B ഡീൽ ചെയ്യുന്നത് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ ഓഫ് മെറ്റീരിയൽ റിസോഴ്സസ് ഷുഡ് ബി സബ്സർവ് ദ കോമൺ ഗുഡ് ഓഫ് ദ സൊസൈറ്റി എന്നാണ് പറയുന്നത്. നിങ്ങൾക്കറിയാം, DPSP എന്ന് പറയുന്നത് ജസ്റ്റിഷ്യബിൾ അല്ല. DPSP നമുക്ക് ലഭ്യമായിട്ടില്ലെങ്കിൽ പോലും നമുക്ക് കോടതിയെ സമീപിക്കാൻ കഴിയില്ല. എന്നാൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ജസ്റ്റിഷ്യബിൾ ആണ്. അത് ലഭ്യമായില്ലെങ്കിൽ നമുക്ക് കോടതിയെ സമീപിക്കാം. ആർട്ടിക്കിൾ 39B നമ്മുടെ മെറ്റീരിയൽ റിസോഴ്സസിൻ്റെ ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ സൊസൈറ്റിയുടെ കോമൺ ഗുഡിന് വേണ്ടിയിട്ട് ആയിരിക്കണം എന്നുള്ളതാണ് ആർട്ടിക്കിൾ 39Bയിൽ പറയുന്നത്. 39Cയിൽ പറയുന്നത് ഓപ്പറേഷൻ ഓഫ് എക്കണോമിക് സിസ്റ്റം ഷുഡ് നോട്ട് റിസൾട്ട് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് എന്നുള്ളതാണ് 39C. ഈ രണ്ട് പ്രൊവിഷൻസും ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിയിലുള്ള നിയമങ്ങളാണ് കൊണ്ടുവന്നതെങ്കിൽ, ഈവൻ ദോ ഇറ്റ് ഈസ് എഗെയിൻസ്റ്റ് ആർട്ടിക്കിൾ 14 ഓർ ആർട്ടിക്കിൾ 19, ആ നിയമങ്ങൾ വാലിഡായിട്ട് പ്രഖ്യാപിക്കാൻ കഴിയും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 39Bയും ആർട്ടിക്കിൾ 39Cയും ആർട്ടിക്കിൾ 14 ആർട്ടിക്കിൾ 19 ഉള്ള റീസണബിൾ റെസ്ട്രിക്ഷൻസ് ആണ്. ഇതാണ് ആർട്ടിക്കിൾ 31C പറയുന്നത്. 42ാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ആർട്ടിക്കിൾ 31Cയുടെ സ്കോപ്പ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. 31Cയിൽ പറഞ്ഞിരിക്കുന്നത് DPSPയിലുള്ള ആർട്ടിക്കിൾ 39Bയും ആർട്ടിക്കിൾ 39Cയും ആണ് റീസണബിൾ റെസ്ട്രിക്ഷൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. എന്നാൽ 42ാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് അതിൻ്റെ സ്കോപ്പ് ഇൻക്രീസ് ചെയ്തിട്ട് എനി ഓഫ് ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്നാക്കി. അതായത് DPSP ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഏത് നിയമം വന്നാലും ഇഫ് ഇറ്റ് ഈസ് എഗെയിൻസ്റ്റ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അതിനെ ഇൻവാലിഡേറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നായിരുന്നു 42ാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് 31Cയിൽ വരുത്തിയ മാറ്റം. പക്ഷേ മിനർവ മിൽസ് കേസിൽ സുപ്രീം കോർട്ട് ഈ പറഞ്ഞ പ്രൊവിഷനെ ഇൻവാലിഡേറ്റ് ചെയ്തു. സോ നിലവിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പ്രൊവിഷനാണുള്ളത്. ആർട്ടിക്കിൾ 39Bയും ആർട്ടിക്കിൾ 39Cയും മാത്രമാണ് ആർട്ടിക്കിൾ 14ൻ്റെയും 19ൻ്റെയും റീസണബിൾ റെസ്ട്രിക്ഷൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അടുത്ത ആർട്ടിക്കിൾ 33 ആണ്. ആർട്ടിക്കിൾ 33 പ്രകാരം പാർലമെൻറ്റിന് ആർമഡ് ഫോഴ്സസും അതുപോലെ തന്നെ പാരാമിലിറ്ററി ഫോഴ്സസും അതുപോലെ പോലീസ് ഫോഴ്സസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് അവരുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് റെസ്ട്രിക്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. സാധാരണ ഒരു കോമൺ സിറ്റിസന് കിട്ടുന്ന രീതിയിലുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അവർക്ക് ലഭ്യമായിട്ടില്ലെങ്കിൽ പോലും അവർക്ക് കോടതിയെ സമീപിക്കാൻ കഴിയില്ല. പാർലമെൻറ്റിന് അവരുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് റെസ്ട്രിക്റ്റ് ചെയ്യാനുള്ള അവകാശം ആർട്ടിക്കിൾ 33 കൊടുക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 34 പ്രകാരം ഏതെങ്കിലും ഡിസ്റ്റർബ്ഡ് ഏരിയ മീൻസ് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പോർഷനിൽ ഇന്ത്യയുടെ ഇൻറ്റഗ്രിറ്റി ആൻഡ് സോവർണിറ്റിയെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടെങ്കിൽ അതിനെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് മാർഷൽ ലോ കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ മാർഷൽ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടാള ഭരണം എന്നാണ് അർത്ഥം. അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഡിഫൈൻ ചെയ്തിട്ടില്ല മാർഷൽ ലോ എന്താണെന്നുള്ളത്. ആ രീതിയിൽ ആർട്ടിക്കിൾ 34 പ്രകാരം മാർഷൽ ലോയുമായി ബന്ധപ്പെട്ട ഏതൊരു ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഇംപ്രിഞ്ച്മെൻറ്റിനേക്കാൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ റെസ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള ഏത് ആക്ടിവിറ്റിയെയും വാലിഡേറ്റ് ചെയ്യാൻ സാധിക്കും അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 34. ആർട്ടിക്കിൾ 35 പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ട ഏത് നിയമങ്ങളും കൊണ്ടുവരാനുള്ള അവകാശം പാർലമെൻറ്റിനാണ്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സിനില്ല. ഇത് കൊണ്ടുവരാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇന്ത്യയിലൊട്ടാകെ ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ട്
ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും അതുകൂടാതെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ലഭ്യമായിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ നമ്മൾ അബ്രിഡ്ജ് ചെയ്യുകയാണെങ്കിലുള്ള പണിഷ്മെൻറ്റും എല്ലാം യൂണിഫോം ആവാൻ ത്രൂ ഔട്ട് ഇന്ത്യ യൂണിഫോം ആവാൻ വേണ്ടിയിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പാർലമെൻറ്റിന് മാത്രമേ ഉണ്ടാക്കാൻ കഴിയൂ എന്നുള്ള പ്രൊവിഷൻ വന്നിരിക്കുന്നത്. സോ ഇത്രയുമാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ആസ് ഐ സെഡ്, ഇതൊരു ഓവർവ്യൂ മാത്രമാണ്. ഡീറ്റെയിൽ ആയിട്ട് ഈ ബേസിക് കൺസെപ്റ്റിൻ്റെ മുകളിൽ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഡു യുവർ പാർട്ട് വെരി എഫക്റ്റീവ്ലി ബേസ്ഡ് ഓൺ ദീസ് ബേസിക് കോൺസെപ്റ്റ്സ്. ഓൾ ദ ബെസ്റ്റ്. അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.